ആകാശവാണി. നമസ്കാരം. കിസാൻ ക്രെഡിറ്റ് കാർഡിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് കൃഷിയുമായാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖല രാജ്യത്തെ തൊഴിൽ ജനവിഭാഗത്തിന്റെ വലിയൊരു പങ്കിനും ഉപജീവനമാർഗം സംഭാവന നൽകുന്നു. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 18% കാർഷിക മേഖലയുടെ സംഭാവനയാണ്. കർഷകരുടെ സാമ്പത്തിക വളർച്ച കണക്കിലെടുത്താൽ കാർഷിക വൃത്തിക്കായി വിതരണം ചെയ്യുന്ന വായ്പയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി 1998 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയെടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാനും കൃഷിയിടത്തിലെ ജലസേചന സൌകര്യം ഉൾപ്പെടെ മെച്ചപ്പെടുത്താനും ഈ പണം ഉപകാരപ്പെടും. കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC പദ്ധതിയുടെ പുതുക്കിയ കരട് മാനദണ്ഡങ്ങൾ റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ചു. മണ്ണ് പരിശോധന, കാലാവസ്ഥാ പ്രവചനം, ജൈവ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ കാർഷിക സാങ്കേതിക സംരംഭങ്ങളും കാർഷിക വായ്പയിൽ ഉൾപ്പെടുത്താൻ പുതുക്കിയ മാനദണ്ഡത്തിൽ നിർദ്ദേശമുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക അനുബന്ധ വായ്പകൾക്ക് ഈടും ലാഭസാധ്യതകളും പുതുക്കിയ മാനദണ്ഡത്തിൽ ഒഴിവാക്കി. 1 ഹെക്ടർ വരെ ഭൂമിയുള്ള നാമമാത്ര കർഷകർക്ക് 10,000 മുതൽ 50,000 രൂപ വരെയുള്ള ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് പരിധിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. KCC വായ്പകളുടെ കാലാവധി 6 വർഷമായി നീട്ടാനും RBI മാനദണ്ഡത്തിൽ പറയുന്നു. വായ്പാ രീതികളിലെ വ്യത്യാസം കുറയ്ക്കാൻ വിള സീസണുകൾക്കുള്ള മാനദണ്ഡ നിർവചനങ്ങൾ കരട് നിർദ്ദേശിക്കുന്നു. ഹ്രസ്വകാല വിളകൾക്ക് 12 മാസവും ദീർഘകാല വിളകൾക്ക് 18 മാസവുമായി RBI വിള കാലാവധി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി ചെലവിന് ആനുപാതികമായ തുക മാത്രമേ പിൻവലിക്കാവൂ എന്ന നിബന്ധനയും പുതിയ കരട് മാർഗരേഖയിലുണ്ട്. നിർദ്ദേശങ്ങൾ വാണിജ്യ ബാങ്കുകൾ, ചെറിയ ഫിനാൻസ് ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, ഗ്രാമീണ സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് ബാധകമായിരിക്കും. കരടിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അടുത്ത മാസം 6 വരെ അറിയിക്കാവുന്നതാണ്. RBI പ്രഖ്യാപനത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധൻ S. ആദികേശവൻ സംസാരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപുലമായി ഉപയോഗിക്കപ്പെടുന്ന വായ്പാ പദ്ധതിയാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്, കർഷകർക്കുള്ള വായ്പാ പദ്ധതി. അത് ഏത് വിളയാണെങ്കിലും അതിന് അനുസൃതമായി ഒരു സ്കെയിൽ ഓഫ് ഫൈനാൻസ് എന്ന് പറയും. അതായത് ഇപ്പം നെല്ലുൽപാദനമാണെന്നുണ്ടെങ്കിൽ ഒരേക്കറിന് എന്ത് ചെലവാകും എന്നുള്ളത് ഗോതമ്പിന്റെ ഒരേക്കറിന്റെ അതേ കണക്കായിരിക്കില്ലല്ലോ. അപ്പോൾ ഓരോ ക്രോപ്പിനും വ്യത്യസ്തമായ രീതിയിൽ കർഷകനാവശ്യമായ ഒരു വിളയ്ക്ക് ആവശ്യമായ വായ്പ പലിശ സബ്സിഡിയോട് കൂടി കൊടുക്കുന്നതാണ് ഈ KCC. അതിന്റെ കരട് മാനദണ്ഡങ്ങൾ ഇപ്പോൾ റിസർവ് ബാങ്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പൊ 5 വർഷത്തേക്കാണ് ഇപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് 6 വർഷത്തേക്കാക്കുന്നു. പിന്നെ റിസർവ് ബാങ്ക് ഈ അടുത്ത കാലത്താണ് കൊളാട്രൽ ഫ്രീ, അതായത് വേറെ ഈടില്ലാത്ത കാർഷിക വായ്പയുടെ പരിധി 2 ലക്ഷത്തേക്ക് ഉയർത്തുകയുണ്ടായി. നേരത്തെ 1,60,000 ആയിരുന്നു. ക്ഷീര കർഷകർ, മത്സ്യബന്ധന മേഖലയിലുള്ള ചെറുകിട ആൾക്കാർക്ക് ഇവർക്കെല്ലാം അനുയോജ്യമായ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള വായ്പാ ലിമിറ്റ് ഫിക്സ് ചെയ്ത് പലിശ സബ്സിഡിയോടുകൂടി കൊടുക്കുന്ന KCC പദ്ധതിയെ ഒന്നുകൂടി കർഷകർക്ക് കുറച്ചുകൂടി സുഗമമായി, കുറച്ചുകൂടി എളുപ്പത്തിൽ, കുറച്ചുകൂടി അധികം തുക നൽകുന്ന ഒരു കരടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ കമന്റ് കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ നടപടികൾ സർക്കുലറായി ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് പുറത്തിറക്കും. വായ്പാ പരിധി ഉയർത്തുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ തുക വായ്പയായി എടുക്കാൻ സാധിക്കും. ഇതിലൂടെ കൃഷിരീതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആധുനിക കൃഷിരീതികൾ പ്രയോജനപ്പെടുത്താനും കഴിയും. മികച്ച ഇനം വിത്തുകൾ, വളം, യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് കൂടുതൽ പണം ആവശ്യമാണ്. KCC പരിധി ഉയർത്തുന്നതിലൂടെ ഇവയ്ക്ക് കൂടുതൽ തുക ഉപയോഗിക്കാനാകും. ഇത് മികച്ച വിളവ് നേടുന്നതിന് സഹായിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, വിളനാശം തുടങ്ങിയ സാഹചര്യങ്ങളിൽ കർഷകർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കൂടുതൽ വായ്പ ലഭിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും.
2019 മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് 2020 ഡിസംബർ 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഷ്കരിച്ച കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. KCC പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ സംഘങ്ങൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ സംഘങ്ങൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. പാൽ, പയർവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരാണ് ഇന്ത്യ. അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കാർഷിക മേഖല ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും സർക്കാർ പിന്തുണയിലൂടെയും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക രംഗത്തിന്റെ അതിവേഗ വികസനത്തിന് ഊർജം പകരുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡിന് വളരെ ലളിതമായി തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തുള്ള ബാങ്കിന്റെ ശാഖ സന്ദർശിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം. ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ KCC ലഭ്യമാണ്. അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖ, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, ഭൂമിയുടെ രേഖകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയും സമർപ്പിക്കണം. കിസാൻ ക്രെഡിറ്റ് കാർഡിൽ ഒരു വ്യക്തിഗത തിരിച്ചറിയൽ നമ്പരും ഒരു അന്താരാഷ്ട്ര തിരിച്ചറിയൽ നമ്പറും ഉണ്ട്. കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് ഇപ്പോൾ ATMകളിൽ നിന്ന് എളുപ്പത്തിൽ പണം പിൻവലിക്കാനും സാധിക്കും. വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കാർഡ് ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും പണം പിൻവലിക്കാം. വായ്പ എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് തിരിച്ചടവും. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നതുവഴി പലിശ ഇളവുകൾ നേടാനും സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനും സാധിക്കും. 18 വയസ്സു മുതൽ 75 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് വായ്പ ലഭിക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രയോജനപ്പെടുത്തി കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. പാലക്കാട് ജില്ലയിലെ എരുമൂർ പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്. കൂടെ തെങ്ങുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ KCC ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്. KCC ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുത്താൽ മതി. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിലും ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 1,60,000 രൂപ വരെ ബാങ്കുകൾ ഇത് തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടുമില്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങും തോട്ടം നോക്കുന്നത് ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ സൗകര്യവും ലഭ്യമാണ്. കാർഡ് ഉടമകൾക്ക് രാജ്യത്തിനകത്തുവച്ച് മരണമോ സ്ഥിരം അംഗവൈകല്യമോ സംഭവിച്ചാൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
ഇന്ത്യയിലെ കാർഷിക വികസനത്തിന് വായ്പ അത്യാവശ്യമാണ്. കാർഷിക വായ്പ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പാക്കുന്നതിനുമുള്ള ബാങ്കിംഗ് മേഖലയുടെ ഒരു സുപ്രധാന ശ്രമമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. 2025 ബജറ്റ് പ്രകാരം പദ്ധതി വ്യാപിപ്പിക്കാനും കൂടുതൽ കർഷകരിലേക്ക് പദ്ധതിയുടെ പിന്തുണ എത്തിക്കാനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. കാർഷിക മേഖലയിലെ പരിവർത്തനാത്മകമായ ഇത്തരം നടപടികൾ കർഷകർക്ക് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ബാധ്യതകളില്ലാതെ നിറവേറ്റുന്നതിനും കാർഷിക രംഗത്തെ വളർച്ചയ്ക്കും വഴിയൊരുക്കും. പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് ശക്തമായ അവബോധം സൃഷ്ടിക്കേണ്ടതും അനിവാര്യമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം വിജേഷ്.